പല കാര്യങ്ങൾക്കകത്തും BJP എപ്രകാരമാണോ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്, അതെല്ലാം ഇന്നലകളിൽ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ BJP പ്രൊഫഷണലായി ചെയ്യുന്നത് മാത്രമാണ്. LDFനെതിരെ ഉയരുന്ന UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് എന്നുള്ളത് നിങ്ങൾ BJPയുമായിട്ട് കോംപ്രമൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അതിൽ പറയാൻ അവർക്ക് വളരെയധികം കാരണങ്ങളുണ്ട്. BJP സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കോംപ്രമൈസ് വരുത്തി. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം വിഷമമിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ വളരെ സോഫ്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിലുണ്ടായ വലിയ തിരിച്ചടിയിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചത് ഹിന്ദു വോട്ടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എന്നാൽ കുറച്ച് സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് നടത്തിയാൽ ആ വോട്ടുകൾ തിരിച്ചു കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കോംപ്രമൈസുകൾ നിങ്ങൾ വരുത്തുക എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? RSSും CPM തമ്മിൽ സന്ധി എന്ന് പറഞ്ഞാൽ അതൊരു ഈ നൂറ്റാണ്ടിൽ എന്ന വലിയൊരു തമാശയാണ്. ഐഡിയോളജിക്കലി എങ്ങനെ ലെഫ്റ്റ് RSSുമായി സന്ധി ചെയ്യും? ഭരണപരമായ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഭരണപരമായ കാര്യങ്ങൾ ഞാൻ പറയാം. ഇവർ പറയുന്ന PM ശ്രീയിൽ വളരെ ക്ലിയറായി പറഞ്ഞു, അവരുടെ സിലബസ് പഠിപ്പിക്കില്ല എന്ന് ശിവൻകുട്ടി അസന്നിഗ്ധമായി പറഞ്ഞു. ഇനി PM ശ്രീയെ പ്രശ്നമെങ്കിൽ ഹിമാചൽ ഒപ്പുവെച്ചില്ലേ? ആരാ ഭരിക്കുന്ന? കോൺഗ്രസ് അല്ലേ. കർണാടകയിൽ ഒപ്പുവെച്ചില്ലേ? ആരാ ഭരിക്കുന്ന? കോൺഗ്രസ് അല്ലേ. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ PM ശ്രീ ഒപ്പുവെച്ചത്? പക്ഷെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തെ പാഠപുസ്തകത്തിനകത്ത് സിലബസ് തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റേറ്റിനാണ്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ലെഫ്റ്റിനകത്തെ എല്ലാ പാർട്ടികളെയും മുഖവിലക്കെടുത്ത് പോകുന്ന മുന്നണിയാണ് ലെഫ്റ്റ്. അപ്പം അതുകൊണ്ട് ലെഫ്റ്റിനകത്ത് ഡിഫറൻസ് വന്നു, ബാക്കൗട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ ഈ പ്രചരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, കർണാടകയിലും രാജസ്ഥാനിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും PM ശ്രീ നടപ്പിലാക്കി ഒപ്പുവെച്ചത് കോൺഗ്രസ് ആണ്. ഈ അമ്പലപ്പറമ്പിലെ പോക്കറ്റ് അടിക്കാനും പറയും കള്ളൻ. ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഒപ്പുവെച്ചത് ഇവരാണ്. 4 സംസ്ഥാനങ്ങളിൽ ഇവർ ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലും ഇപ്പം 3 ഭരിക്കുന്നുള്ളൂ. 4 അവരുടെ കയ്യിലുണ്ടായിരുന്നു. രാജസ്ഥാൻ അത് പോയി. ഇവിടെ എല്ലാം ഒപ്പുവെച്ചവർ ഇവരാണ്. എന്നിട്ട് ഇവർ പറയുന്നു ഇതാ ഇടത് ഒപ്പുവെച്ചിരിക്കുന്നു. എന്ത് സന്ധിയാണ്? ഞാൻ ചോദിക്കുന്നത്, ലെഫ്റ്റും കോൺഗ്രസും തമ്മിൽ BJPയും തമ്മിൽ സന്ധിയാണെങ്കിൽ ലെഫ്റ്റ് ഗവൺമെന്റ് ചോദിക്കുന്ന പൈസ തരണ്ടേ? ഇതുവരെ തന്നോ? ഇതൊരു നെറേഷനാണ്. മൈനോറിറ്റീസിനിടയിൽ കൺഫ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു നെറേഷനാണ്. ആ നെറേഷനിൽ മുസ്ലിങ്ങൾ വീഴില്ല. അവർക്കറിയാം ഞാൻ ഇരിക്കുന്ന സ്ഥലം തലശ്ശേരിയാണ്. PM ശ്രീ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? RSSന്റെ അജണ്ട എഡ്യൂക്കേഷനകത്ത് നടപ്പിലാക്കില്ലേ? സിലബസിനകത്ത് വളരെ ക്ലിയറായി പറഞ്ഞു, സിലബസ് തീരുമാനിക്കുന്ന അധികാരം സംസ്ഥാനത്തിനാണ്. ഇതാർക്കും മനസ്സിലാവില്ല. ഇതിങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമീപനം 4 മുസ്ലിം വോട്ട് കിട്ടുമെന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന പ്രചരണം മാത്രമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളിയെ കുറിച്ച്. ലീഗിനെതിരെ പറഞ്ഞ എങ്ങനെ മുസ്ലിമിനെതിരാവുക? ലീഗും മുസ്ലിമും തമ്മിൽ എന്താ? മുസ്ലിങ്ങളുടെ മൊത്ത അട്ടിപ്പറ അവകാശം ലീഗിനാണോ? അല്ലല്ലോ. ലീഗിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അത് മുസ്ലിങ്ങളെ ആകെ ആക്ഷേപിച്ചു എന്ന രീതിയിലേക്ക് വരുത്തണ്ട. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, അദ്ദേഹം നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നത്, അദ്ദേഹം സത്യത്തിൽ പച്ചവർഗീയതയും വംശീയതയുമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശന്റെ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ല. അദ്ദേഹം നടത്തുന്ന ഓരോ ഘട്ടത്തിലും നടന്ന പ്രസ്താവന ഞങ്ങൾ ആരും ഓൺ ചെയ്യുന്നില്ല. പക്ഷെ മറുഭാഗത്ത് ഇത്തരം ഉയർത്തിക്കാട്ടി ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഞങ്ങൾ ഔട്ട്റൈറ്റായി ഡിനൈ ചെയ്യുന്നു, ഒരു സംശയവും വേണ്ട. പക്ഷേ മറുഭാഗത്ത് CPMനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൈനോറിറ്റീസിന് വേണ്ടി, ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിംസ് ആവട്ടെ, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിക്കെതിരെ ഇത്തരം അസത്യങ്ങളും ഞങ്ങൾക്കെതിരെ ഉയർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ആക്ഷേപത ഞങ്ങൾ വർഗീയവാദി എന്ന അങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾക്കെതിരെ, ഏറ്റവും വലിയ ആക്ഷേപം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നു. അത് കേരളീസമോ തിരിച്ചറിയുന്നതിന് സൂചിപ്പിക്കാം. പല കാര്യങ്ങൾക്കകത്തും BJP എപ്രകാരമാണോ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്, അതെല്ലാം ഇന്നലകളിൽ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ BJP പ്രൊഫഷണലായി ചെയ്യുന്നത് മാത്രമാണ്. വിദ്യാഭ്യാസം തന്നെ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ആ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാര? കോൺഗ്രസ്സാണ്. രാജീവ് ഗാന്ധിയുടെ സമയത്താണ് എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത്. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തിൻ്റെ മുകളിൽ നിന്ന് അധികാരം പിടിച്ചു വെച്ചത് കോൺഗ്രസ്സാണ് പിടിച്ചെടുത്തത്. അതിൻ്റെയൊക്കെ ഭാഗമായി സംസ്ഥാനം ലഭിക്കേണ്ട കാശ് പോലും കിട്ടാതെ വന്ന പശ്ചാത്തലത്തിലാണ് PM ശ്രീയെ കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. അപ്പോഴും വളരെ ക്ലിയർ ആണ്. ലെഫ്റ്റ് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്,
PM ശ്രീയിൽ എന്താണോ BJP ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് ഇവിടെ നടപ്പിലാവില്ല. വർഗീയതയാണോ ലക്ഷ്യമിടുന്നത് അത് കേരളത്തിൽ നടപ്പിലാക്കില്ല ഞങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റിനാണ് സിലബസ് തീരുമാനിക്കാനുള്ള അധികാരം എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് അതുമായി മുന്നോട്ട് പോയത്. പക്ഷേ ലെഫ്റ്റ് യൂണിഫൈഡ് ആയി പോകേണ്ടത്. ലെഫ്റ്റ് അതിനകത്ത് ചില ഡിഫറൻസ് വന്നു, ഐഡിയോളജിക്കൽ ഡിഫറൻസ് വന്നു, പൊളിറ്റിക്കൽ ഡിഫറൻസ് വന്നു. അതിൻ്റെ മുകളിൽ ഞങ്ങളതിന് വേക്കൗട്ട് ചെയ്തു.